ഈ ഒരു AC കാരണം 2-3 ദിവസമായിട്ട് വീട്ടിൽ ആർക്കും ഉറക്കമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഒരു പ്രശ്നം സോൾവ് ചെയ്തപ്പോൾ അതിനകത്ത് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. അയ്യോ ഹാപ്പി ബർത്ത്ഡേ കേക്ക് നാണയ്ക്ക് വേണം. മൊത്തം തീർത്തു രണ്ടാളും കൂടി അല്ലേ? 1 കിലോ എവിടെ പോയ വഴി കാണാനല്ല. ഞാൻ കഴിച്ചിട്ടില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഈ വീട്ടിലത്തെ തട്ടലും മുട്ടലും മേടലും ആയിട്ട്. കാരണം മുകളിലുള്ള ആ ടാങ്ക് പൊളിച്ച് വേറെ ടാങ്ക് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൊളിക്കൽ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. രാവിലെ തൊട്ട് വ്ളോഗ് പോയിട്ട് നമ്മൾ സംസാരിച്ചാൽ പോലും കേൾക്കില്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക്. അതേപോലെ ബഹളം. ഇപ്പോൾ ഒന്ന് ആശ്വാസമുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ട് വ്ളോഗിൽ. ഈ വരുന്ന ശനിയാഴ്ച വാവക്കുട്ടിയുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുകയാണ് സ്കൂളിൽ അല്ലേ? വാവക്കുട്ടി എന്താണ്? എഞ്ചിനീയർ അല്ലേ? സൂപ്പർ. എഞ്ചിനീയർ. വേഗം വെള്ളം കുടിച്ചിട്ട് വായ കേൾക്ക്, നമുക്ക് ഇറങ്ങണ്ടേ? നേരായി. ഇപ്പൊ തന്നെ 8:10 കണ്ടാ. വാ, റെഡിയാവും. എന്നിട്ട് ഷൂ ഇട്. കമോൺ ഫാസ്റ്റ്. ഒന്നുമില്ല, ഡ്രില്ലറിന്റെ സൗണ്ടാണ്. ചുമര് തുളയ്ക്കുക പൊളിക്കുക, അതൊക്കെ കേൾക്കുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സമയവും സാഹചര്യമൊക്കെ ഒത്തുചേർന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ സാമ്പാറിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു വട്ടം സാമ്പാർ ഉണ്ടാക്കിയാൽ 2-3 ദിവസമെങ്കിലും ഓടിക്കും. കാരണം ഡെയിലി കറി ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും നമുക്ക് പോസിബിൾ അല്ല. തടിയും കഷ്ണങ്ങളായി കഴിഞ്ഞാലേ ഇതിനകത്ത് മസാല ശരിക്കും അങ്ങോട്ട് ഉള്ളിലേക്ക് എത്തില്ല. ഇതല്ലേ പച്ചപ്പടല്ലേ? ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ സാധനമാണ് വാട്ടർമെലൺ, തണ്ണിമത്തൻ. അങ്ങനെ മധുര. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും കൂടി യൂസ് ചെയ്യണമെങ്കിൽ കഴിക്കുകയാണെങ്കിൽ കണ്ടല്ലോ നല്ല രസമാണ്. രസം എന്താ അറിയോ? ഷുഗർ ചെക്ക് ചെയ്ത് വന്നതിന് ശേഷം ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര പേടിയാണ്. ബോർഡറിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പക്ക ഡയബറ്റിക്കിലേക്ക് പോവുകയും ചെയ്യും. നല്ലോണം മരുന്നും കഴിക്കേണ്ടി വരും. സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാ ഒറ്റ കുഴപ്പമുള്ളൂ, സാമ്പാറിൽ ലേശം വെള്ളം കൂടി പോയോ എന്നൊരു സംശയമുണ്ട്. 1:45 നമ്മുടെ ചെറുപയർ ദോശ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണു. പിന്നെ കുറച്ച് റൈസ് എടുക്കണം, കാരണം സാമ്പാറുള്ളതല്ലേ. അമ്മ ഇവിടെ കോളിഫ്ലവർ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞു. രാവിലെ ഞാൻ കുറച്ച് എടുത്തതാ. നിങ്ങൾ സാമ്പാറൊന്ന് വായിൽ വെച്ച് നോക്കി, എന്താ പാട് നോക്കി. ഉപ്പ് കറക്റ്റ് അല്ലേ? അരി ഇരുന്നിട്ട് ഒന്നുകൂടി സെറ്റ് ആകുമ്പോൾ കറക്റ്റ് ഉപ്പ് എല്ലായിടത്തേക്കും വന്നത്. മുടി നിങ്ങളുടെ തലത്തെ മുടി തന്നെയാണ്. ഇത് ഇഷ്ടം പോലെ ഇവിടെ കിട്ടും. പുട്ടുണ്ടാക്കിയാലും ഉണ്ടാവും മുടി, ചമ്മന്തി ഉണ്ടാക്കിയാലും ഉണ്ടാവും അതിൽ മുടിങ്ങളുടെ. തൈര് ഞാൻ വേറെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് കുട്ടി വരുമ്പോൾ എടുക്കാം. ഇതിപ്പോ പഴയതല്ലേ? എന്നാ ടാങ്ക് പുതുസാ വെക്കാൻ മാട്ടീங்களா? ஓ அப்படியா? அங்கே வெளியில இருக்கிறது பார்த்தேன் நேற்று. ஓ அப்படியா? காயணும் இல்லை கொஞ்சம் நேரம்? உடனே யூஸ் பண்ணலாம்ல? ஓ 1000 ലിറ്റർ തന്നെ പോണീங்க. 1000 தான். എതുക്ക് അവളോ അധികം? ഇപ്പോൾ ഒരു ഫാമിലിനാ 1000 കറക്റ്റായിരുന്നു. ഇന്നലെ AC ഇല്ലാത്തതുകൊണ്ട് വാക്കുട്ടി ഒരു പോള കണ്ണടച്ചിട്ടില്ല, ഉറങ്ങിയിട്ട് തന്നെ ഇല്ല. അപ്പം അതാ നേരാക്കാൻ ആള് വന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഓരോ ദിവസങ്ങളും. AC ഓടുന്നുണ്ട്. നല്ല തണുപ്പ് വരുന്നുണ്ടല്ലോ അല്ലേ വാക്കുട്ടി? നല്ല തണുപ്പല്ലേ ഇപ്പൊ? മാമയുടെ ഫോണാ. നല്ല തണുപ്പല്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഒരു പ്രശ്നം സോൾവ് ചെയ്തപ്പോൾ അതിനകത്ത് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതെന്താ കാര്യം എന്നുള്ളത് ചോദിക്കണം പോയിട്ട്. അയ്യോ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ, തുണി. അത് തോന്നിടണേ കേട്ടോ. ആ വാട്ടർമെലനൊന്നും കട്ട് ചെയ്യണം, പുറത്താ വെച്ചിരിക്കുന്നത്. അങ്ങനെ 2-3 ദിവസത്തെ വാവയുടെ ഉറക്കമില്ലായ്മയ്ക്കൊക്കെ പരിഹാരമായിട്ട് ഇതാ നമ്മുടെ AC റെഡി ആയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്. ഇനി വാക്കുട്ടി ശരിക്കും ഉറങ്ങൂല്ലേ? AC ഇല്ലെങ്കിലും ഉറങ്ങുമോ? ഓഹ് നല്ല കുട്ടി. എന്നാൽ പിന്നെ അച്ഛന് വാങ്ങേണ്ടി വന്നില്ലല്ലോ. ഇത് നേരെയാക്കേണ്ട ആവശ്യമില്ലല്ലോ. AC ഇല്ലെങ്കിലും ഉറങ്ങും അത്ര ഫാൻ ഇട്ടിട്ട്. ഈ ഉറക്കത്തിൽ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, ഇടയ്ക്കിടയ്ക്ക് ഉണരും. ഇതൊക്കെയാണ് പ്രശ്നം. പിന്നെയും കിടന്നുറങ്ങണം. AC ഇട്ട ഒറ്റ സ്ട്രെച്ചിൽ രാവിലെ എണീക്കുള്ളൂ ആള്. ഈ ഒരു AC കാരണം 2-3 ദിവസമായിട്ട് വീട്ടിൽ ആർക്കും ഉറക്കമില്ല. രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടക്കൽ മാത്രം. സാധനം വർക്ക് ചെയ്യണില്ല. ഈ രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ കുട്ടിക്കാണെങ്കിലും വൈഫിനാണെങ്കിലും ശരി, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെ പഠിക്കുക ഈ ഫീൽഡാണല്ലോ. ഇത് രണ്ടും തലേക്കാരണമെങ്കിൽ ഉറക്കമാണല്ലോ. മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ടുള്ള കളിയല്ലേ ഈ കാര്യങ്ങളൊക്കെ. എനിവേ അതിനൊക്കെ സമാധാനമായി, അതിനൊക്കെ ഒരു സൊല്യൂഷനായി. ഇപ്പൊ നല്ല കൂളിംഗ് ഉണ്ട്. കുട്ടിക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ്. എപ്പോഴറിയോ? സാറ്റർഡേ കോമ്പറ്റീഷൻ. ഇപ്പൊ വാവയുടെ ഇത് എഞ്ചിനീയറാ. അപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു 4 വാക്ക് പറയണം.
അപ്പം അതിന് പ്രിപ്പയർ ചെയ്ത് ബാക്കി പറഞ്ഞു കൊടുക്കാണ് അല്ലേ വാവ പറയില്ലേ സാറ്റർഡേ സ്കൂളിൽ ഈ ആഴ്ച മാത്രം സാറ്റർഡേ പോകണം കേട്ടോ വാവ പറയണം കേട്ടോ ഹാഫ് ഡേ ഉള്ളു 6 ദിവസമേ ഉള്ളൂ കേട്ടോ നാളെ റെന്റിന് കിട്ടും ഡ്രസ്സ് അപ്പോൾ നാളെ പോയി വാങ്ങിച്ചാല് കേക്ക് ഉണ്ട് തരുമെന്ന് ഇല്ലെങ്കിൽ പുതിയതായിട്ട് വാങ്ങിക്കേണ്ടത് വരും ആ കേക്കല്ല അത് കഴിഞ്ഞു നമുക്ക് ചോദിക്കണമെന്ന് തമിഴില് പറഞ്ഞതാ കേക്ക് വേണ്ടിയതാന്ന് പറഞ്ഞത് അവള് കേക്കാണ് തീർത്തിക്കണം ഹാപ്പി ബർത്ത്ഡേ കേക്ക് വാവന്നെ തീർത്ത് മൊത്തം അല്ലേ ഹാപ്പി ബർത്ത്ഡേ കേക്ക് നാണയ്ക്ക് വേണം മൊത്തം തീർത്തു രണ്ടാളും കൂടി അല്ലേ 1 കിലോ എപ്പോഴാ പോയ വഴി കാണാനല്ല ഞാൻ കഴിച്ചിട്ടില്ല അമ്മ തിന്നത്ര ഇത്ര ഉണ്ടാവും കേട്ടോ സ്കൂൾ വിട്ട് വന്ന് നോക്കുമ്പോണ്ട എല്ലാം ഇത്ര നാളെ കഴിച്ചു നാളേക്ക് കഴിക്കണോ ഇനി കഴിക്കണോ അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാവർക്കും സമാധാനത്തോടു കൂടി ഉറങ്ങാം, സന്തോഷത്തോടു കൂടി ഉറങ്ങാം. AC റെഡി ആയല്ലോ. ആ ഒരു സന്തോഷത്തോടു കൂടി ഇന്നത്തെ വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.